ഈ പാടവും വരമ്പും നീർച്ചാലും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകും. അന്ന് അനിയനും ഞാനും കൂടി ഓടി നടന്നു പോയിരുന്ന വരമ്പാണേ. അന്നും ഇതുപോലെയൊക്കെ തന്നെയാണ്. വരമ്പിന് ഉറപ്പ് കിട്ടാൻ ചളി വാരി പൊതിഞ്ഞ് സുന്ദരിയാക്കിയിരിക്കുകയാണേ. പിന്നെ നമ്മുടെ നാട്ടില് വിരിപ്പും മുണ്ടകനും ഉണ്ടായിരുന്നു. വിരിപ്പ് എന്ന് പറഞ്ഞാൽ പാടൊക്കെ പൂട്ടി വെറുതെ അങ്ങോട്ട് വിതയ്ക്കുക. അതൊരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കൊയ്യും ചെയ്യും. പിന്നെയാണ് മുണ്ടകൻ. അതിന് നല്ല ശ്രദ്ധ വേണം. പാടത്തൊരു എരിമാടി, അതിൽ വിത്ത് വിതച്ച് അങ്ങനെ ഉണ്ടാവണ ഓരോ നെൽച്ചെടിയും ശ്രദ്ധയോടെ പറിച്ച് നടിയിലൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ നടന്നു പോകുമ്പോഴാണ് കുട്ടപ്പേട്ടൻ ഈ വരമ്പൊക്കെ ഇങ്ങനെ സുന്ദരിയാക്കണത് കണ്ടത്. ഇതൊന്നും ഇപ്പൊ കാണാൻ തന്നെ ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിട്ടോ. അമ്പലത്തിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു ഈ അമ്പലത്തിലെത്താൻ. എന്നാൽ ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ എളുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഞങ്ങൾ വരുന്ന സമയത്ത്